വ്യത്യസ്തമായ വിഷയം ഇന്ന് നിങ്ങളോട് പറയാൻ എനിക്കിഷ്ടമുണ്ട്. നിങ്ങൾ എത്ര നേരം ഭക്ഷണം കഴിക്കാറുണ്ട്? ചോദിക്കുന്നതിലൊന്നും തോന്നരുത്. പൊതുവെ 3 നേരം അല്ലേ? എന്നാൽ എനിക്ക് അസിഡിറ്റിയുടെയൊക്കെ പ്രയാസങ്ങളും ദഹന പ്രശ്നങ്ങളും വന്നപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞത് 3 എന്നുള്ളത് 6 ആക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കഴിക്കാനല്ല ഈ പറയുന്നത്. 3 നേരത്തെ ഫുഡ് 6 നേരമായിട്ട് കഴിക്കുക. അപ്പോൾ ഹെവി ലോഡ് വയറിന് കൊടുക്കാതിരുന്നാൽ ഈ വയറ് ചാടുന്ന പ്രശ്നവും ആസിഡിറ്റി പ്രശ്നവും ദഹന പ്രശ്നവും നിയന്ത്രിക്കാം. ഇന്നത്തെ വചനം ഏതാണെന്നറിയാമോ? 164 വാക്യം 119. അങ്ങയുടെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ 7 പ്രാവശ്യം അങ്ങയെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൻ്റെ ആ മാധുര്യവും അതിൻ്റെ ആ നീതിയും അതിൻ്റെ ആ സൗന്ദര്യവും ശക്തിയും മനസ്സിലോട്ട് കയറിയപ്പോൾ എൻ്റെ ആരാധനയ്ക്ക് മാറ്റം വന്നു, എൻ്റെ സ്തുതിക്ക് മാറ്റം വന്നു. മറ്റൊരിക്കൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ 3 പ്രാവശ്യം സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന്. അത് പ്രയറാണ്. എന്നാൽ വർഷിപ്പ്, സ്തുതി, പ്രൈസ് അത് 7 പ്രാവശ്യമാക്കി മാറ്റി. കൂടുതൽ വ്യാഖ്യാനമോ ഒന്നും വേണ്ട. സ്തുതി ഒന്ന് ഡബിളാക്കാൻ ശ്രമിക്കുക. പുതിയ നിയമത്തിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പുതിയ നിയമം പറയുന്നത് ഇടവിടാതെ സ്തോത്രം ചെയ്യാനാ. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, സ്തോത്രത്തിൽ ജാഗരിപ്പീൻ എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം വലിക്കുമ്പോൾ ഒരു സ്തോത്രം പറയുന്നത് നല്ലതാ. കാരണം വലിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്. ഓക്സിജനൊക്കെ ഇട്ടേ കഷ്ടപ്പെട്ട് വലിക്കുന്നവരെ കാണുമ്പോഴേ ദൈവം നമുക്ക് തന്ന ഒരു ഭാഗ്യമല്ലേ ഇത്. അപ്പം അതുകൊണ്ട് സ്തുതി വർദ്ധിപ്പിക്കുക, ഇതാണ് നമ്മുടെ വിഷയം. അതിനോട് ബന്ധപ്പെട്ടാണ് ഈ ചിന്ത. അപ്പം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം 3 നേരം, പക്ഷേ ഒരു 7 നേരം നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. ഞാനൊന്ന് വിവരിക്കട്ടെ. മിക്കവാറും ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു 2 ചായയൊക്കെ കുടിക്കുന്നവരുണ്ട്. ആദ്യം ഒരു ബെഡ് കോഫി, പിന്നെ ഒരു ചായ. പിന്നെ ഞങ്ങളൊക്കെ ആ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു റസ്കോ ബിസ്ക്കറ്റോ ഒക്കെ കഴിക്കും രാവിലെ കിട്ടിയ. അപ്പോൾ 1 ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ 2. പിന്നെ ഈ ചെറിയ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർക്ക് ഈ 9 ബ്രേക്ക്ഫാസ്റ്റിനും 12:30 ലഞ്ചിനും ഇടയ്ക്ക് 2 നട്ട്സോ ഫ്രൂട്ട്സോ കഴിക്കാനായിട്ട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നു. അപ്പോൾ 2, 1, 3, ലഞ്ച് വന്നപ്പോൾ 4 ആയില്ലേ? ഇത് കഴിഞ്ഞിട്ട് വീണ്ടും 4 മണിക്കൊരു സ്നാക്സ്, ഒരു ചായ വരുന്നില്ലേ? അത് കഴിഞ്ഞ് ഡിന്നർ നേരത്തെ കഴിക്കുന്നു, കിടക്കാൻ നേരത്ത് 2 ഫ്രൂട്ട്സ് കഴിക്കുന്നു. അപ്പോൾ ആരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് ഇത്. പക്ഷെ ക്വാണ്ടിറ്റി നോക്കുമ്പം സെയിമാണ്. ചിലർ ഒരൊറ്റ നേരം കൊണ്ട് 5 നേരത്തിനുള്ളത് കഴിക്കും. അത് കേടാ. നമ്മളൊരു ആത്മീയ വിഷയം പറയാൻ ഈ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. വല്ലപ്പോഴും ഒരിക്കൽ 40 ദിവസം ഉപവസിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു ദിവസത്തിലൊരു 10 പ്രാവശ്യമൊക്കെ ദൈവത്തെ സ്തുതിക്കുക. 40 ദിവസം ഉപവസിക്കാൻ സാവകാശം ഉണ്ടെങ്കിൽ എടുക്കണം. അതുകൊണ്ട് അതിന് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്നുകൂടെ വചനം വായിക്കാം. 7 times a day I praise you for your laws because they are right. നിന്റെ ആ പ്രമാണം നിമിത്തമാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നത്. അതിൻ്റെ കാരണം ആ പ്രമാണം വളരെ കറക്റ്റാണ്. 7 times a day I praise you for your laws because they are right. അവിടുത്തെ നീതിനിഷ്ഠമായ നിയമങ്ങൾ നിമിത്തം ഞാൻ പ്രതിദിനം 7 തവണ അങ്ങേ വാഴ്ത്തും. നമ്മുടെ എല്ലാവരുടെയും സ്തുതിയുടെ അളവുകൾ വർദ്ധിക്കട്ടെ.
ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.